വിശദമായ വാർത്തകളിലേക്ക്. ഭരണപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കുന്നത് മുന്നണി മര്യാദകളുടെ ലംഘനമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ശത്രുക്കൾക്ക് മുതലെടുക്കുന്ന സാഹചര്യം ഘടകകക്ഷികൾ ഉണ്ടാക്കരുത്. കാനത്തെ ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നും കോടിയേരി കോഴിക്കോട്ട് പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തിയത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തെ പ്രതിപക്ഷവും ശ്രമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരിയല്ലെന്ന് കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയപരമായും നയപരമായും ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഭരണപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഭരണ നടപടികളെ ദുർബലപ്പെടുത്തുമെന്നും കോടിയേരി വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും കോടിയേരി പറഞ്ഞു. പ്രതികരണങ്ങളും എതിരഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചു പോകുന്നത് അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കും. ശത്രുവർഗത്തിന് ഒരവസരം കിട്ടുമെന്നുള്ള നിലയിലുള്ള ഒരു ഇതും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ കാര്യത്തിൽ CPMന്റെ നിലപാട്. CPIMനേക്കാൾ 10 വർഷത്തെ ഭരണപരിചയം കൂടുതൽ CPIക്കുണ്ടെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുതലാളിയുടെ ഭാഷയില്ല. ട്രേഡ് യൂണിയൻ നേതാവായിരുന്നതുകൊണ്ടായിരിക്കാം കാനം രാജേന്ദ്രൻ മുതലാളി പ്രയോഗം നടത്തിയതെന്നും കോടിയേരി പറഞ്ഞു. എല്ലാ പാർട്ടികൾക്കും തുല്യ പരിഗണന കൊടുക്കുന്ന മുന്നണിയാണ് LDF എന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ നിന്നും PV കുട്ടൻ. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സബ് കളക്ടറുടെ നീക്കത്തിനൊപ്പമാണ് CPIM എന്ന് കോടിയേരി. പോലീസിനെ കൂട്ടിപ്പോയാൽ സംഘർഷം ഒഴിവാക്കാമായിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. മൂന്നാറിൽ 1977 മുമ്പ് താമസിക്കുന്നവർക്ക് ഉപാധിരഹിത പട്ടയം നൽകണമെന്നാണ് CPIM നിലപാട്. അനധികൃതമായ ഒരു നിർമ്മാണ പ്രവർത്തനവും കയ്യേറ്റവും അംഗീകരിക്കില്ല. ഒഴിപ്പിക്കൽ തടയുക എന്നത് പാർട്ടി നിലപാടല്ലെന്നും കോടിയേരി വ്യക്തമാക്കി. യോജിച്ച നിലപാടാണ് മുന്നണിക്കകത്തുള്ളത്. എന്നാൽ വ്യത്യസ്തതയാണെന്ന് ഒരു ചിത്രീകരണം ഉണ്ടാക്കുന്നത് അത് മുന്നണിയുടെ പ്രതിച്ഛായ അത് തകർക്കുകയാണ് ചെയ്യുക. വ്യക്തമായിട്ട് മൂന്നാർ കാര്യത്തിൽ LDF എടുത്ത തീരുമാനവും ഗവൺമെൻറ് എടുത്ത തീരുമാനവും നടപ്പാക്കുകയാണ് വേണ്ടത്. ഭരണകാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ അവർക്ക് ഉണ്ടെങ്കിൽ അത് CPMന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതും അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതുമായ സമീപനമാണ്. ജിഷ്ണു കേസിൽ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത്. കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതിയാണ് ജാമ്യവും മുൻകൂർ ജാമ്യവും നൽകിയത്. ഹൈക്കോടതി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാകുന്നില്ല. ഇക്കാര്യം ഹൈക്കോടതി പുനഃപരിശോധിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. കേരളത്തിലൊരു സർക്കാർ ആദ്യമായിട്ടാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരാണ്. ഹൈക്കോടതി ജാമ്യം കൊടുത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുന്ന സമീപനം എടുക്കുന്നത് അത് വസ്തുതകൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാതെയുള്ള ഒരു വിമർശനമാണ്. UAPയെ എടുത്തു കളയണമെന്നാണ് CPIMന്റെ നിലപാട്. നക്സലേറ്റ് വർഗീസ് കേസിൽ UDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ സത്യവാങ്മൂലമാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇത് തിരുത്തണമെന്ന് സർക്കാരിനോട് ആദ്യം ആവശ്യപ്പെട്ടത് CPIM ആണെന്നും കോടിയേരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജിഷ്ണു കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച നടപടി ഹൈക്കോടതി പുനഃപരിശോധിക്കണമെന്നും ജിഷ്ണു കേസിൽ സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിലൊരു സർക്കാർ ആദ്യമായിട്ടാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വാശ്രയ മാനേജ്മെൻറ്റിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായത്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ജിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ് നില ഉറപ്പിച്ചത്. സാധ്യമാകുന്ന എല്ലാ സഹായവും ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കണം എന്ന ആത്മാർത്ഥമായ നിലപാടാണ് ഗവൺമെൻറ് ആ പ്രശ്നത്തിൽ സ്വീകരിച്ച സമീപനം. ഹൈക്കോടതി ജാമ്യം കൊടുത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുന്ന സമീപനം എടുക്കുന്നത് അത് വസ്തുതകൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാതെയുള്ള ഒരു വിമർശനമാണ്. കോടിയേരി പറഞ്ഞത് സ്വാഗതാർഹമെന്ന് കാനം രാജേന്ദ്രൻ. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ പ്രതിപക്ഷത്തിന്റെ ആയുധമാകരുതെന്നാണ് CPIയുടെയും നിലപാടെന്ന് കാനം പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും കാനം പ്രതികരിച്ചു. ഭരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പൊതുരാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചർച്ചകളിലൂടെ സമവായവുമായി മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പ്രശ്നങ്ങൾ തന്നെയാണ് പരസ്പരം ചർച്ച ചെയ്തും കൂടിയാലോചിച്ചും മുന്നോട്ട് കൊണ്ടുപോകുക
എന്ന വിഷയം തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇനി അതിൻ്റെ വിശദാംശങ്ങളിൽ ഞങ്ങൾ തമ്മിൽ യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചകളിൽ കൂടി ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഭരണത്തിലെ വീഴ്ചകൾ മുന്നണിക്ക് അകത്തുള്ളവരോ പുറത്തുള്ളവരോ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പരസ്പരം പഴിചാരുന്ന നിലപാട് അപലപനീയമാണെന്നും ചെന്നിത്തല ദില്ലിയിൽ പറഞ്ഞു. ഭരണരംഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ തെറ്റുകളും പരാജയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റാണോ? അത് മുന്നണിക്കകത്തുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും പുറത്തുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും തെറ്റല്ലേ? ആ തെറ്റുകളെ മറച്ചു പിടിക്കാൻ കഴിയുമോ? അപ്പോൾ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ CPM ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. അവരാ തെറ്റുകൾ തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഭരണവൈകല്യങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നവരുടെ വായടയ്ക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണ്. ഭൂമി കയ്യേറ്റം തടയാൻ പുതിയ നിയമം. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. വൻകിട എസ്റ്റേറ്റുകളുടെ അനധികൃത കയ്യേറ്റം തടയുകയാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. ബില്ലിന്റെ കരട് റവന്യൂ വകുപ്പ് തയ്യാറാക്കി തുടങ്ങി. കയ്യേറ്റങ്ങൾ തടയുക, നിലവിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, ഇക്കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ നിയമനിർമ്മാണം. ഈ മാസം 25 തുടങ്ങി ജൂൺ 8 അവസാനിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് ബില്ല് അവതരിപ്പിക്കും. ബില്ലിന് കരട് തയ്യാറാക്കി തുടങ്ങി. നിയമത്തിന് ഭരണഘടനാ സാധുതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നിയമോപദേശം ലഭിച്ചിരുന്നു. നിയമ സെക്രട്ടറി നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരട് തയ്യാറാക്കുന്നത്. നിയമം വരുന്നതോടെ കയ്യേറ്റങ്ങൾ പരിശോധിക്കാൻ ട്രിബ്യൂണൽ നിലവിൽ വരും. ഭൂമി കയ്യേറിയതായി സംശയിക്കപ്പെടുന്ന തോട്ടങ്ങൾ ട്രിബ്യൂണലിന് മുന്നിൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും. രേഖകൾ ഹാജരാക്കാത്ത ഭൂമി സർക്കാർ ഏറ്റെടുക്കും. നിയമക്കുരുക്കിൽ കുടുങ്ങി ഹാരിസൺ പ്ലാന്റേഷൻസ് ഉൾപ്പെടെയുള്ള വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ ട്രിബ്യൂണൽ രൂപീകരണത്തോടെ മറികടക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP ദേശീയ നിർവാഹക സമിതി യോഗം ഭുവനേശ്വറിൽ പുരോഗമിക്കുകയാണ്. മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കളെ BJPയിലേക്ക് എത്തിക്കുകയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. കർണാടകത്തിലേതുപോലെ കേരളത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരികയാണ് മുഖ്യ അജണ്ടകളിൽ ഒന്ന്. BJP താരതമ്യേന ദുർബലമായ സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയാണ് ഭുവനേശ്വറിൽ ചേർന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിലെ പ്രധാന അജണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരാണ് നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുത്തത്. കർണാടകയിൽ കോൺഗ്രസ് നേതാവ് SM കൃഷ്ണ, ഉത്തർപ്രദേശിൽ MD തിവാരി, റീത്ത ബഹുഗുണ ജോഷി തുടങ്ങിയ നേതാക്കളെ BJP പാളയത്തിലേക്ക് എത്തിച്ചതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ നേതാക്കളെ BJPയിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ചർച്ചാ വിഷയം. കേരളത്തിൽ നിന്നും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേക്കേറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ ശശി തരൂർ ഉൾപ്പെടെയുള്ള 4 പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ KPCC അധ്യക്ഷൻ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജനപിന്തുണയുള്ള കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ തുടർ നീക്കങ്ങൾ ഭുവനേശ്വറിൽ ചർച്ചയാകുന്നത്. കേരളം കൂടാതെ ഒഡീഷ, ബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയവയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങളും യോഗത്തിൽ തീരുമാനിക്കും. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, ബീഫ് വിഷയം തുടങ്ങിയവ സജീവമാക്കി നിർത്തുന്നതിലെ തുടർ നീക്കങ്ങളും ചർച്ചയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപ് KPCC സ്ഥിരം അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ചർച്ചകൾക്കായി കൂടുതൽ കേരള നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചു. ഉമ്മൻചാണ്ടിയെ KPCC അധ്യക്ഷ പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല I ഗ്രൂപ്പ് നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCCക്ക് സ്ഥിരം അധ്യക്ഷനെ നിയമിക്കണമെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. താൽക്കാലിക അധ്യക്ഷൻ MM ഹസന്റെ കീഴിൽ തെരഞ്ഞെടുപ്പ് സുഗമമായിരിക്കില്ലെന്നാണ് ഹൈക്കമാൻഡുമായി അടുത്തു നിൽക്കുന്ന MPമാരും നിലപാടറിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കേരള നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയെ KPCC അധ്യക്ഷ പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷപദം A ഗ്രൂപ്പിനെന്ന് നേതാക്കൾ ഉറപ്പിക്കുന്നു. VD സതീശനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് താൽപ്പര്യമുണ്ടെങ്കിലും ഗ്രൂപ്പ് എതിർപ്പ് ശക്തമാണ്. PT തോമസ്, KV തോമസ് തുടങ്ങിയവരുടെ പേരുകളും സജീവ പരിഗണനയിലാണ്. ഇന്ന് പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ രമേശ് ചെന്നിത്തല I ഗ്രൂപ്പ് നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനിയും കൂടുതൽ ചർച്ചകൾ സംഘടനാപരമായി വേണ്ടിവരും എന്ന് ആണ് എൻ്റെ വിലയിരുത്തൽ. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് റദ്ദാക്കി. VM സുധീരൻ, ഉമ്മൻചാണ്ടി എന്നിവരെയും ചർച്ചകൾക്കായി അടുത്തയാഴ്ച ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. ഇതിനു പുറമെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഏത് തരത്തിൽ വേണമെന്നും ചർച്ചയാകും. ബൂത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പും മണ്ഡലം മുതൽ PCC വരെ സമവായത്തിലൂടെ ഭാരവാഹികളെ കണ്ടെത്താനുമാണ് നീക്കം. മനുശങ്കർ, ദില്ലി.
മഹാരാഷ്ട്രയിൽ 8 വിദ്യാർത്ഥികൾ കടലിൽ മുങ്ങി മരിച്ചു. സിന്ധുദുർഗിലെ റൈരി ബീച്ചിലാണ് അപകടം നടന്നത്. കർണാടകയിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. IT പ്രൊഫഷണലായ ഉള്ളൂർ സ്വദേശിനിക്ക് പണം നഷ്ടമായി. തട്ടിപ്പ് കോളുകൾ വ്യാപകമാണെന്ന് ബാങ്ക് അധികൃതരും സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, പറയൂ. ദിനകർ ടെലിഫോൺ ലൈനിൽ ലഭ്യമല്ല. മറ്റു വാർത്തയിലേക്ക്. കുൽഭൂഷൺ ജാദവിന് നീതി ഉറപ്പിക്കുന്നതുവരെ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നിർത്തിവെച്ചതായി ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിൽ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നടത്താനിരുന്ന ചർച്ച ഇന്ത്യ റദ്ദാക്കി. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് ആതിഥ്യമരുളാനാവില്ലെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്ത്യൻ ചാരനെന്നാരോപിച്ച് മുൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ച പാക് സൈനിക കോടതി നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ്. കുൽഭൂഷൺ ജാദവിന് നീതി ഉറപ്പാക്കുന്നതുവരെ പാകിസ്ഥാനുമായുള്ള എല്ലാ ഉഭയകക്ഷി ചർച്ചകളും നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ അധികൃതരുമായി തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച ഇന്ത്യ റദ്ദാക്കി. ചർച്ചയ്ക്കായി ഇന്ത്യയിലേക്ക് വരാനിരുന്ന പാകിസ്ഥാൻ സമുദ്ര സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥർക്ക് ആതിഥ്യമരുളാനാകില്ലെന്ന് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. കുൽഭൂഷൺ ജാദവിനെ കാണാൻ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകണമെന്ന ഇന്ത്യയുടെ ആവശ്യം തുടർച്ചയായ 14ാം തവണയും പാകിസ്ഥാൻ തള്ളിയിരുന്നു. ചാരപ്രവർത്തിക്ക് പിടിയിലായ ആളെ കാണാൻ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അനുവദിക്കാനാകില്ലെന്നാണ് പാകിസ്ഥാൻ നിലപാട് അറിയിച്ചത്. കുൽഭൂഷൺ ജാദവിനെതിരായ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കുറ്റപത്രത്തിന്റെ 2 പകർപ്പുകളും ജാദവിനെതിരായ വിധിയുടെ പകർപ്പും ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ നിരാകരിച്ചു. കുൽഭൂഷൺ യാദവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നൽകാനാകില്ലെന്നാണ് പാകിസ്ഥാൻ നിലപാട് അറിയിച്ചത്. പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ നിർത്തിവെച്ച ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതയാണ് കുൽഭൂഷൺ ജാദവ് വിഷയത്തിലൂടെ വീണ്ടും പ്രതിസന്ധിയിലായത്. മനുശങ്കർ, ദില്ലി. വേനൽ കടുത്തതോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പുതിയ പദ്ധതികൾ പ്രകാരം കുളങ്ങൾ നിർമ്മിച്ചെങ്കിലും വേണ്ടത്ര വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതായതോടെ രോഗികളുടെ ദുരിതം ഇരട്ടിയായി. തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പതിവുള്ള കുടിവെള്ളം മുടങ്ങലിന് പരിഹാരം കണ്ടെത്താൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ച കുളങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുളത്തിൽ വെള്ളം എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പരമ്പരാഗതമായി വെള്ളമെടുത്തിരുന്ന പല കുളങ്ങളും നാളുകൾക്ക് മുമ്പേ വറ്റി വരണ്ടിരുന്നു. വേനൽ കടുത്തതോടെ ശുദ്ധജലം പേരിന് പോലും കിട്ടാതെയായി. ഇല്ല, ഇവിടെ വെള്ളം കിട്ടുന്നില്ല. വളരെ ക്ഷാമമാണ്. രോഗികളെല്ലാം തോട്ടിൽ പോയിട്ടാണ് കുളിച്ചോണ്ടിരിക്കുന്നത്. ഇക്കൊല്ലം ചൂട് കനത്തതാണ് ജലലഭ്യതയിൽ കുറവ് വരുത്തിയത്. ആശുപത്രിയിൽ കുടിവെള്ളം പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണുള്ളത്. ഞങ്ങൾ ഓട്ടോക്കാരെ കൂടി മംഗലിയിൽ വെള്ളക്കുട വന്നിട്ട് രോഗികൾക്ക് കൊടുത്തിരുന്നു. ഇപ്രാവശ്യം അതിനൊരു വെള്ളമില്ല വെക്കാനായിട്ട്. പ്രസവ വാർഡുകളിലും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളും വെള്ളം കിട്ടാതെ വലയുകയാണ്. ശുദ്ധജലമില്ലാത്തതിനാൽ അണുബാധ ഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ കേരള റീജിയൻ സംഘടിപ്പിക്കുന്ന സൗജന്യ ആർട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്യാമ്പ് മലപ്പുറത്ത് ആരംഭിച്ചു. 6 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് മലപ്പുറം മേൽമുറി MMET ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻമന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ലോകം ഒരു ഭാഷാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാബ അലക്സാണ്ടറാണ് ട്രെയിനിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകരായ സഫിയ ഹനീഫ, റംല ബീഗം, അഷ്കർ അലി, അബ്ദുൾ മാലിക് തുടങ്ങിയവരെ ആദരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. IT പ്രൊഫഷണലായ ഉള്ളൂർ സ്വദേശിനിക്ക് പണം നഷ്ടമായി. തട്ടിപ്പ് കോളുകൾ വ്യാപകമാണെന്ന് ബാങ്ക് അധികൃതരും സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി S ജീവൻകുമാർ ചേരുന്നു. ജീവൻ, പറയൂ. സുരാജ്, ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഉള്ളൂർ സ്വദേശിനിയായ ടെക്നോ പാർക്ക് ജീവനക്കാരി സിബിനയുടെ ഫോണിലേക്ക് തട്ടിപ്പ് സന്ദേശം എത്തുന്നത്. SBIയിൽ ലഭിച്ചതിനാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ATM ഉടൻ ബ്ലോക്ക് ആവുമെന്നും പുതിയ കാർഡ് നൽകുന്നതിനായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർഡിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സന്ദേശം എത്തിയത്. SBIയുടെ മുംബൈ ഓഫീസിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു സംസാരിച്ചത്. കാർഡ് നമ്പർ പറഞ്ഞു കൊടുത്തതിന് പിന്നാലെ 2 തവണയായി 20,000 രൂപ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കപ്പെട്ടു. തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന പണം നെറ്റ് ബാങ്കിംഗ് വഴി മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയതായി പണം നഷ്ടപ്പെട്ട സിബിന പീപ്പിൾ TVയോട് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് നിരവധി SBI ഉപഭോക്താക്കളുടെ ഫോണിലേക്കാണ് സമാനമായ തട്ടിപ്പ് സന്ദേശം എത്തിയത് എന്ന് ബാങ്ക് അധികാരികൾ വ്യക്തമാക്കുന്നു. പാസ്വേഡോ മറ്റ് വ്യക്തിഗത വിവരങ്ങളോ ചോദിച്ചെത്തുന്ന കോളുകൾക്ക് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഉപഭോക്താക്കൾ ഇപ്പോഴും ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്നതിൽ ആശങ്ക ബാങ്ക് അധികാരികളും രേഖപ്പെടുത്തി. സുരാജ്, ശരി. S ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
News.